ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് POC തന്നിട്ടുള്ള റൂത്തിൻ്റെ പുസ്തകത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. ഓപ്ഷൻസും ഉണ്ടായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഓപ്ഷൻ എ രാജാക്കന്മാരുടെ, ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ, ഓപ്ഷൻ സി എലിമലേക്കിൻ്റെ, ഓപ്ഷൻ ഡി ദാവീദിൻ്റെ. ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ. റൂത്ത് 1:1. മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഓപ്ഷൻ എ യൂദയായിലെ ഒരു മോവാബ്യൻ, എലിയേസർ. ഓപ്ഷൻ ബി യൂദായിലെ ഒരു അമ്മോന്യൻ, തോഹു. ഓപ്ഷൻ സി യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ, എലിമലേക്ക്. ഓപ്ഷൻ ഡി യൂദായിലെ ഒരു എഫ്രാത്യൻ, എലിഹു. ഉത്തരം ഓപ്ഷൻ സി യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ, എലിമലേക്ക്. റൂത്ത് 1:1. നവോമിയുടെ പുത്രന്മാരുടെ പേരെന്ത്? ഓപ്ഷൻ എ എലിമലേക്ക്, എലയസർ. ഓപ്ഷൻ ബി തോഹു, എലിഹു. ഓപ്ഷൻ സി ഇഷ്ബാൽ, അബ്സലോം. ഓപ്ഷൻ ഡി മഹലോൻ, കിലിയോൻ. ഉത്തരം ഓപ്ഷൻ ഡി മഹലോൻ, കിലിയോൻ. റൂത്ത് 1:2. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ എഫ്രാത്യർ. ഓപ്ഷൻ ബി മോവാബ്യൻ. ഓപ്ഷൻ സി കാനാന്യർ. ഓപ്ഷൻ ഡി ജബൂസ്യർ. ഉത്തരം ഓപ്ഷൻ എ എഫ്രാത്യർ. റൂത്ത് 1:2. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് പോകാനൊരുങ്ങിയത്? ഓപ്ഷൻ എ ക്ഷാമം വരുന്നു എന്ന് കേട്ടപ്പോൾ. ഓപ്ഷൻ ബി കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. ഓപ്ഷൻ സി യുദ്ധം ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ. ഓപ്ഷൻ ഡി മഹാമാരി വരുന്നെന്ന് കേട്ടപ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. റൂത്ത് 1:6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഓപ്ഷൻ എ റൂത്ത്. ഓപ്ഷൻ ബി മരുമക്കൾ. ഓപ്ഷൻ സി ഓർഫ. ഓപ്ഷൻ ഡി റൂത്തും ഓർഫയും. ഉത്തരം ഓപ്ഷൻ സി ഓർഫ. റൂത്ത് 1:14. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഓപ്ഷൻ എ മാതൃഭവനത്തിലേക്ക്. ഓപ്ഷൻ ബി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ഓപ്ഷൻ സി ബന്ധുജനങ്ങളുടെ. ഓപ്ഷൻ ഡി ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും. ഉത്തരം ഓപ്ഷൻ ബി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. റൂത്ത് 1:15. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഓപ്ഷൻ എ പട്ടണം മുഴുവൻ. ഓപ്ഷൻ ബി നഗരം മുഴുവൻ. ഓപ്ഷൻ സി സ്ത്രീകൾ. ഓപ്ഷൻ ഡി പട്ടണ നിവാസികൾ. ഉത്തരം ഓപ്ഷൻ എ പട്ടണം മുഴുവൻ. റൂത്ത് 1:19. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സന്തുഷ്ട. ഓപ്ഷൻ ബി കയ്പ്. ഓപ്ഷൻ സി മാറ. ഓപ്ഷൻ ഡി ഇക്കാബോത്ത്. ഉത്തരം ഓപ്ഷൻ സി മാറ. റൂത്ത് 1:20. നവോമി എന്ന വാക്കിനർത്ഥം. ഓപ്ഷൻ എ മഹത്വം. ഓപ്ഷൻ ബി സന്തുഷ്ട. ഓപ്ഷൻ സി അനുഗ്രഹം. ഓപ്ഷൻ ഡി സമാധാനം. ഉത്തരം ഓപ്ഷൻ ബി സന്തുഷ്ട. ഫുട്നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂത്ത് 1:20. എപ്പോഴാണ് നവോമിയും റൂത്തും
ബെത്ലഹേമിൽ എത്തിയത്? ഓപ്ഷൻ എ വസന്തകാലമായപ്പോൾ, ഓപ്ഷൻ ബി കൊയ്ത്ത് കാലമായപ്പോൾ, ഓപ്ഷൻ സി ശീതകാലമായപ്പോൾ, ഓപ്ഷൻ ഡി ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. റൂത്ത് 1:22. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ ഓർഫ, ഓപ്ഷൻ ബി റൂത്ത്, ഓപ്ഷൻ സി നവോമി, ഓപ്ഷൻ ഡി ബോവാസ്. ഉത്തരം ഓപ്ഷൻ സി നവോമി. റൂത്ത് 1:13. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആര്? ഓപ്ഷൻ എ ബോവാസ്, ഓപ്ഷൻ ബി എലിമലേക്, ഓപ്ഷൻ സി ജോഷുവ, ഓപ്ഷൻ ഡി അബിനാദാബ്. ഉത്തരം ഓപ്ഷൻ എ ബോവാസ്. റൂത്ത് 2:1. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഓപ്ഷൻ എ നവോമിയുടെ കുടുംബത്തിൽപ്പെട്ട ധനികന്റെ വയലിൽ, ഓപ്ഷൻ ബി എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ, ഓപ്ഷൻ സി ഒരു ധനികന്റെ വയലിൽ, ഓപ്ഷൻ ഡി ആ നാട്ടിലെ ഒരു ധനവാന്റെ വയലിൽ. ഉത്തരം ഓപ്ഷൻ ബി എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. റൂത്ത് 2:3. ബോവാസ് എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഓപ്ഷൻ എ ദൈവം നിങ്ങളോട് കൂടെ, ഓപ്ഷൻ ബി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ സി കർത്താവ് നിങ്ങളോട് കൂടെ, ഓപ്ഷൻ ഡി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ സി കർത്താവ് നിങ്ങളോട് കൂടെ. റൂത്ത് 2:4. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? ഓപ്ഷൻ എ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ ബി കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ സി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഓപ്ഷൻ ഡി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. റൂത്ത് 2:4. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഓപ്ഷൻ എ 1 ഏഫ ബാർലി, ഓപ്ഷൻ ബി 2 ഏഫ ബാർലി, ഓപ്ഷൻ സി 6 അളവ് ബാർലി, ഓപ്ഷൻ ഡി 2 അളവ് ബാർലി. ഉത്തരം ഓപ്ഷൻ എ 1 ഏഫ ബാർലി. റൂത്ത് 2:17. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഓപ്ഷൻ എ വേലക്കാരോട്, ഓപ്ഷൻ ബി ബോവാസിന്റെ ദാസിമാരോട്, ഓപ്ഷൻ സി ഭൃത്യന്മാരോട്, ഓപ്ഷൻ ഡി ബോവാസിന്റെ കൂലിക്കാരോട്. ഉത്തരം ഓപ്ഷൻ ബി ബോവാസിന്റെ ദാസിമാരോട്. റൂത്ത് 2:23. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഓപ്ഷൻ എ ഇവൾ ആരാണ്, ഓപ്ഷൻ ബി ഇവൾ എങ്ങനെ ഇവിടെ എത്തി, ഓപ്ഷൻ സി ആരാണ് ഈ യുവതി, ഓപ്ഷൻ ഡി ഈ യുവതി ഇവിടെ എന്തു ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി ആരാണ് ഈ യുവതി. റൂത്ത് 2:5. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബ്യ സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ദാസി, ഓപ്ഷൻ ബി വേലക്കാരൻ, ഓപ്ഷൻ സി ഭൃത്യൻ, ഓപ്ഷൻ ഡി കൊയ്ത്തുകാർ. ഉത്തരം ഓപ്ഷൻ സി ഭൃത്യൻ. റൂത്ത് 2:6. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു?
എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഓപ്ഷൻ എ കാൽക്കൽ വീണുകൊണ്ട്, ഓപ്ഷൻ ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ഓപ്ഷൻ സി കൈ കൂപ്പിക്കൊണ്ട്, ഓപ്ഷൻ ഡി പുഞ്ചിരിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. റൂത്ത് 2:10. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? ഓപ്ഷൻ എ വീഞ്ഞിൽ മുക്കി, ഓപ്ഷൻ ബി മാംസത്തിൽ മുക്കി, ഓപ്ഷൻ സി എണ്ണയിൽ മുക്കി, ഓപ്ഷൻ ഡി തിടുക്കത്തിൽ. ഉത്തരം ഓപ്ഷൻ എ വീഞ്ഞിൽ മുക്കി. റൂത്ത് 2:14. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഓപ്ഷൻ എ നവോമിയെ, ഓപ്ഷൻ ബി കൊയ്ത്തുകാരെ, ഓപ്ഷൻ സി ഭൃത്യനെ, ഓപ്ഷൻ ഡി അമ്മായിയമ്മയെ. ഉത്തരം ഓപ്ഷൻ ഡി അമ്മായിയമ്മയെ. റൂത്ത് 2:18. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ അമ്മായിയമ്മ മരുമകളോട്, ഓപ്ഷൻ ബി ബോവാസ് റൂത്തിനോട്, ഓപ്ഷൻ സി നവോമി റൂത്തിനോട്, ഓപ്ഷൻ ഡി നവോമി മരുമകളോട്. ഉത്തരം ഓപ്ഷൻ സി നവോമി റൂത്തിനോട്. റൂത്ത് 3:1. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഓപ്ഷൻ എ മെതിക്കളത്തിൽ, ഓപ്ഷൻ ബി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ, ഓപ്ഷൻ സി അറപ്പുരയിൽ, ഓപ്ഷൻ ഡി ധാന്യപ്പുരയിൽ. ഉത്തരം ഓപ്ഷൻ ബി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. റൂത്ത് 3:7. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിന്റെ തലയിൽ വെച്ചുകൊടുത്തത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 7. ഉത്തരം ഓപ്ഷൻ ബി 6. റൂത്ത് 3:15. കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ബോവാസ്, ഓപ്ഷൻ ബി റൂത്ത്, ഓപ്ഷൻ സി നവോമി, ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാർ. ഉത്തരം ഓപ്ഷൻ സി നവോമി. റൂത്ത് 3:18. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഓപ്ഷൻ എ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഓപ്ഷൻ ബി സുഗന്ധ തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഓപ്ഷൻ സി കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഓപ്ഷൻ ഡി കുളിച്ച് സുഗന്ധ തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ഉത്തരം ഓപ്ഷൻ എ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. റൂത്ത് 3:3. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടതെന്താണ്? ഓപ്ഷൻ എ ഒരു യുവതിയെ, ഓപ്ഷൻ ബി കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു, ഓപ്ഷൻ സി കാൽക്കൽ ഒരു സ്ത്രീ ഇരിക്കുന്നു, ഓപ്ഷൻ ഡി ഒരു യുവതി മുറിയിൽ നിൽക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. റൂത്ത് 3:8. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി കാരുണ്യം, ഓപ്ഷൻ സി ഔദാര്യം, ഓപ്ഷൻ ഡി കരുണ. ഉത്തരം ഓപ്ഷൻ സി ഔദാര്യം. റൂത്ത് 3:10. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കില്ലാത്തത്? ഓപ്ഷൻ എ റൂത്ത്, ഓപ്ഷൻ ബി
നവോമി, ഓപ്ഷൻ സി എലിമലേക്, ഓപ്ഷൻ ഡി ബോവാസ്. ഉത്തരം ഓപ്ഷൻ ഡി ബോവാസ്. റൂത്ത് 3:18. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഓപ്ഷൻ എ, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ മേലങ്കി ഊരി മറ്റേയാളെ ഏൽപ്പിക്കും. ഓപ്ഷൻ ബി, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഓപ്ഷൻ സി, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ തലപ്പാവ് ഊരി മറ്റേയാളെ ഏൽപ്പിക്കും. ഓപ്ഷൻ ഡി, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ മണ്ണ് വാരി മറ്റേയാളെ ഏൽപ്പിക്കും. ഉത്തരം ഓപ്ഷൻ ബി, ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. റൂത്ത് 4:7. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഓപ്ഷൻ എ, സാറ റെബേക്ക, ഓപ്ഷൻ ബി റബേക്ക റാഹേൽ, ഓപ്ഷൻ സി റാഹേൽ ലയ, ഓപ്ഷൻ ഡി റെബേക്ക ലയ. ഉത്തരം ഓപ്ഷൻ സി റാഹേൽ ലയ. റൂത്ത് 4:11. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറയുന്നത്? ഓപ്ഷൻ എ, എഫ്രാത്തായിൽ, ഓപ്ഷൻ ബി ബെത്ലഹേമിൽ, ഓപ്ഷൻ സി ജെറുസലേമിൽ, ഓപ്ഷൻ ഡി യൂദയായിൽ. ഉത്തരം ഓപ്ഷൻ എ, എഫ്രാത്തായിൽ. റൂത്ത് 4:11. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറയുന്നത്? ഓപ്ഷൻ എ, എഫ്രാത്തായിൽ, ഓപ്ഷൻ ബി ബെത്ലഹേമിൽ, ഓപ്ഷൻ സി ജെറുസലേമിൽ, ഓപ്ഷൻ ഡി യൂദയായിൽ. ഉത്തരം ഓപ്ഷൻ ബി ബെത്ലഹേമിൽ. റൂത്ത് 4:11. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഓപ്ഷൻ എ റൂത്ത്, ഓപ്ഷൻ ബി നവോമി, ഓപ്ഷൻ സി ബോവാസ്, ഓപ്ഷൻ ഡി അയൽക്കാരായ സ്ത്രീകൾ. ഉത്തരം ഓപ്ഷൻ ബി അയൽക്കാരായ സ്ത്രീകൾ. റൂത്ത് 4:17. ഹെബ്രോന്റെ പിതാവ് ആര്? ഓപ്ഷൻ എ ജെസ്സെ, ഓപ്ഷൻ ബി ഓബദ്, ഓപ്ഷൻ സി പേരസ്, ഓപ്ഷൻ ഡി യെറോഹാം. ഉത്തരം ഓപ്ഷൻ സി പേരസ്. റൂത്ത് 4:18. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക, ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ, ശ്രേഷ്ഠന്മാർ ബോവാസിനോട്, ഓപ്ഷൻ ബി ബന്ധു ബോവാസിനോട്, ഓപ്ഷൻ സി ബോവാസ് ബന്ധുവിനോട്, ഓപ്ഷൻ ഡി ബോവാസ് ചാർച്ചക്കാരനോട്. ഉത്തരം ഓപ്ഷൻ ബി ബന്ധു ബോവാസിനോട്. റൂത്ത് 4:7. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? ഓപ്ഷൻ എ, ശ്രേഷ്ഠന്മാരായ 10 പേരെ, ഓപ്ഷൻ ബി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ, ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാരെ, ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാരായ 8 പേരെ. ഉത്തരം ഓപ്ഷൻ എ, ശ്രേഷ്ഠന്മാരായ 10 പേരെ. റൂത്ത് 4:2. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഓപ്ഷൻ എ, ശ്രേഷ്ഠന്മാരും പുരോഹിതരും, ഓപ്ഷൻ ബി പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും, ഓപ്ഷൻ സി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും, ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാരും ചാർച്ചക്കാരും. ഉത്തരം ഓപ്ഷൻ സി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. റൂത്ത് 4:11.
കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെ പോലെയാക്കട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഓപ്ഷൻ എ, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ റെബേക്ക. ഓപ്ഷൻ ബി, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ. ഓപ്ഷൻ സി, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സാറ റെബേക്ക. ഓപ്ഷൻ ഡി, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സാറ ലയ. ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ. റൂത്ത് 4:11. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.